ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. റെയിൻബോ പ്ലാനറ്റ് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൂന്നാർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ. ഇത് വട്ടവടയിലേക്ക് പോകാനുള്ള ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വരയുടെ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. അന്യവാഹനങ്ങൾ പോകാം, കാറിന് സ്വന്തം റിസ്കിൽ പോകാം കേട്ടോ. അങ്ങനെ അവിടെ നമുക്ക് ജീപ്പിലാണ് പോകാനുള്ളത്. അങ്ങനെ 4-5 ജീപ്പിലായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അവിടെ നിന്ന് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ഊട്ടി പോയെടുത്തത് കേട്ടോ. ആദ്യം കാണിച്ച വ്യൂ പോയിൻ്റ് ഇത് വട്ടവട, രണ്ടാമത്തെ വ്യൂ പോയിൻ്റ്. ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. വട്ടവടയിൽ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ പോയ സ്റ്റേക്കാളും നല്ല പ്രകൃതി മനോഹരമായ സ്റ്റേ ഇവിടെ ഉണ്ട് വട്ടവടയിൽ തന്നെ. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വട്ടവടയിൽ ഒരു സ്റ്റേ ആണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള നല്ല നല്ല സ്റ്റേ ഉണ്ട്. നമുക്ക് ഇപ്പം കൊടുത്തതിൻ്റെ അത്ര പൈസ പോലും അവിടെ കൊടുക്കേണ്ടിയും വരില്ല. ഫുഡ് ഉൾപ്പെടെ നമുക്ക് കിട്ടുകയും ചെയ്യും. സ്റ്റേക്ക് പ്രത്യേകം, ഫുഡിന് പ്രത്യേകം കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അങ്ങനെ സ്റ്റേ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കുടിലുണ്ട്, ഹട്ടുണ്ട്, അതുപോലെ തന്നെ ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ട്രീ ഹൗസിലും അതുപോലെ തന്നെ മഡ് ഹൗസിലൊക്കെ താമസിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പൈസയ്ക്ക് അവിടെ കിട്ടുമെന്നാണ് അറിഞ്ഞത് കേട്ടോ. പക്ഷേ കൂട്ടുകാരനാണ് ഇതിന് മുമ്പേ വേറെ സ്ഥലത്താണ് സ്റ്റേ എടുത്തത്. പക്ഷേ അതും കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സ്റ്റേ ആണ് എനിക്ക് കൂടുതൽ താല്പര്യമായിരുന്നത്. ഇത് സ്ട്രോബെറി ഫാമാണ് കേട്ടോ. ഒത്തിരി സ്ട്രോബെറി വിളഞ്ഞതും വിളയാത്തതായിട്ട് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് ചുമ്മാ തന്നെ കഴിക്കാൻ കുറച്ചൊക്കെ കിട്ടിയായിരുന്നു. മോൾക്ക് തന്നെ ഒത്തിരി കൊടുത്തു കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ മോളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 3 പ്രാവശ്യമായിട്ട് 4-5 കയ്യിൽ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്ട്രോബെറിയുടെ ടേസ്റ്റ് കറക്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പറ്റിയ കേട്ടോ. പിന്നെ ഒത്തിരി ആകർഷിച്ച ഒന്നാണ് കേട്ടോ ഈ സ്ട്രോബെറി തോട്ടം. എനിക്കിതൊക്കെ കാണാനാണ് കൂടുതലും ഇഷ്ടം. പിന്നെ കുറച്ചും കൂടെ തണുപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. മഞ്ഞുണ്ട്, പക്ഷെ എന്നാൽ അത്ര പറയത്തക്ക രീതിയിലുള്ള മഞ്ഞൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഓക്കെ ഇന്ന് കാണാൻ പറ്റുന്ന അത്ര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒത്തിരി സ്ട്രോബെറിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല മുഴുത്ത സ്ട്രോബെറീസാണ് ഇതിലെല്ലാം വരുന്നത്. വിൽക്കാൻ വെച്ചിരുന്നതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് കേട്ടോ. കൂടെ വന്നവരും നമ്മളെല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. പക്ഷെ അകത്ത് അത്ര വലിയ കളറില്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഗാർഡൻ നോക്കാൻ, ഈ ഫാം നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അപ്പൂപ്പനാണ് കേട്ടോ. അവിടെ ഇലകളൊക്കെ, പഴുത്ത ഇലകളൊക്കെ പറിക്കാനായിരുന്നു നടന്നു പോകുന്നുണ്ടല്ലേ, ആ അപ്പൂപ്പൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം കൊടുത്തായിരുന്നു കേട്ടോ സ്ട്രോബെറി. ഭയങ്കര സന്തോഷമായി. ഉള്ളതിൽ നല്ല വലുത് നോക്കി തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അകത്ത് ഇതുപോലെ മോള് കഴിക്കുന്നത് കണ്ടപ്പോൾ അകത്ത് വെള്ള കളർ ഇരിക്കുന്നുണ്ട്. അധികം മധുരം കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അധികം പുളിപ്പുമില്ല, പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളാം. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ സ്ട്രോബെറിയൊക്കെ വാങ്ങുന്നുണ്ട്. നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഈ ഇരിക്കുന്നതോടെ കഴിഞ്ഞു, ഇനി 2ാമത് പറിച്ചാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് നമ്മളെ കൂടെ വന്നതിൽ ഓരോരുത്തരും സ്ട്രോബെറി വാങ്ങി. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ. നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നില്ലേ പൂക്കൾ, ഈ മൂന്നാറിൽ എവിടെ നോക്കിയാലും പിങ്കും വൈറ്റും കളറിൽ ഒത്തിരി ഉണ്ട് കേട്ടോ.